2 ദിവസങ്ങൾക്ക് മുമ്പ് പുലർച്ചെ 4:10 ഈ വീട്ടിലൂടെ ആ പുലി കടന്നുപോയത്. ഇക്കാണുന്ന CCTVയിലാണ് ആ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇന്ന് രാവിലെയോടുകൂടി ഈ വീട്ടിലെ മകൻ ദുബായിലാണ്. മകനാണ് വീട്ടുകാർക്ക് ഈ ദൃശ്യങ്ങൾ അയച്ച് നൽകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ വീടിന് മുൻവശത്തു കൂടി ആ പുലി പോലുള്ളൊരു ജീവി നടന്നു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമെത്തി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലവിൽ ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി മറ്റും പരിശോധനയും മറ്റുമൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കുരട്ടിയിൽ ഇത്തരത്തിൽ ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ക്യാമറകളും 2 കൂടും സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. പക്ഷേ ആ ഭാഗത്തെങ്ങും നിലവിൽ ഇപ്പോൾ ആ പുലിയെ കാണാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കണ്ട പുലിക്ക് കുരട്ടിയിലെ പുലിയുടേതിന് രൂപസാദൃശ്യമുണ്ട് എന്ന സംശയങ്ങളുമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളൊപ്പം ഇപ്പോൾ ഈ പ്രദേശവാസിയായിട്ടുള്ള കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ, ഈ ഒരു പുലി ഇറങ്ങിയിരിക്കുന്നത് നിലവിൽ ഈ കുരട്ടിയിൽ കണ്ട പുലിയാണ് എന്നുള്ളൊരു സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അത് അത്രത്തോളം ശരിയാണോ? ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് പുലി വരണമെങ്കിൽ വല്ല പുഴയിലൂടെ കാര്യങ്ങളൊക്കെ വരണം. ഇവിടെ ചാലക്കുടി പാലമുണ്ട്, വലിയ ഇതുണ്ട്. ആ പാലമൊക്കെ കടന്ന് ഒരു മനുഷ്യൻ നടന്നു വന്ന പോലെ ഇവിടേക്ക് ഒരു 7 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു ദിവസം കൊണ്ട് എത്തുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു 100 മീറ്റർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പുഴ കടന്നു പോവുകയാണ്. അത് അതിരപ്പള്ളി ഭാഗത്തുനിന്ന് തന്നെ പുഴയാണ്. അപ്പോൾ പുഴയിലൂടെ ഒരു പക്ഷേ പുലി വന്ന് ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരിക്കലും ഈ 7 കിലോമീറ്റർ അപ്പുറമുള്ള ചെറങ്ങരയിൽ നിന്ന് വന്നാണെന്നുള്ളത് അത് എൻ്റെ മനസ്സിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പുലി വന്നതറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടെയൊക്കെ മറ്റുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അവരോടൊക്കെ ചോദിക്കാം, ഈ പുലി ഈ സംഭവം അറിഞ്ഞതോടുകൂടി ഒരു പേടിയൊക്കെ ഉണ്ടോ? ഇതൊരു ജനവാസ കേന്ദ്രമാണ്. ജനവാസ കേന്ദ്രത്തിൽ ഇതുപോലൊരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 24-ാം തീയതി കാലത്ത് 4:55 ഫോട്ടേജ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ 26-ാം തീയതി ആയി. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ എവിടെ പോയി എന്താണെങ്കിലും അറിയില്ല. ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. നിലവിൽ ഈ പ്രദേശമാകെ ഒരു പുലിപ്പേടിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുരട്ടിയിലെ സമാനമായ രീതിയിലുള്ള സാഹചര്യം, പുലി ഇറങ്ങിയ സാഹചര്യം തന്നെ ഈ പ്രദേശത്തുമുണ്ട് എന്നതാണ് യഥാർത്ഥ വസ്തുത. സുജി പട്ടാമിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.